വിശുദ്ധ പുണ്യക്ഷേത്രമായ ശബരിമലയിലേക്കുള്ള മിൽമ നെയ് വിതരണത്തിൽ വൻ അഴിമതിയും ഗുരുതരമായ ചട്ടലംഘനങ്ങളും നടന്നതായി അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നു. ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ നടത്തിയ സമഗ്ര അന്വേഷണത്തിലാണ് വൻ ക്രമക്കേടുകളും ദുരൂഹതകളും പുറത്തു വന്നിട്ടുള്ളത്. തികച്ചും സുതാര്യമായി നടക്കേണ്ട നെയ് വിതരണ കരാറിലാണ് ഉന്നതതല ഒത്തുകളിയും നിയമവിരുദ്ധ നടപടികളും അരങ്ങേറിയതെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ശബരിമല സീസണിലേക്ക് ആവശ്യമായ നെയ് സപ്ലൈ ചെയ്യാൻ മതിയായ 70 ദിവസത്തെ സമയം ലഭിച്ചിട്ടും ഇതൊന്നും വകവെക്കാതെ കൃത്യമായ ഈ ടെൻഡർ നടപടികൾ ഒഴിവാക്കി ചട്ടങ്ങൾ അട്ടിമറിക്കുകയായിരുന്നു. കൂടുതൽ പേർക്ക് പങ്കാളികളാകാൻ അവസരമൊരുക്കാനാണ് ടെൻഡർ ഒഴിവാക്കിയതെന്ന അധികൃതരുടെ വാദം പൂർണ്ണമായും തെറ്റാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. പരമ്പരാഗതമായി പിന്തുടരുന്ന ചട്ടങ്ങൾ ലംഘിച്ച് അപേക്ഷ ക്ഷണിച്ചത് നിയമവിരുദ്ധമായാണ്. 2 തവണ ഈ ടെൻഡർ നടപടികൾ റദ്ദാക്കി അതിനെ സീൽഡ് ടെൻഡറാക്കി മാറ്റിയതിനു പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയും അഴിമതി ലക്ഷ്യവുമുണ്ടെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നുണ്ട്. ടെൻഡർ തുകയിലുണ്ടായ അസാധാരണ വ്യതിയാനവും വലിയ ദുരൂഹത ഉയർത്തുന്നുണ്ട്. മറ്റ് പ്രമുഖ സ്ഥാപനങ്ങൾ ഒരു ടിൻ നെയ്യ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് 81 രൂപയും 48 രൂപയും ചെലവ് കണക്കാക്കി തുക കോട്ട് ചെയ്തപ്പോൾ കരാർ സ്വന്തമാക്കിയ സ്വകാര്യ കമ്പനി കോട്ട് ചെയ്തത് വെറും 18 രൂപ മാത്രമാണ്. ഇത്രയും കുറഞ്ഞ തുകയ്ക്ക് ഗതാഗത ചെലവ് പോലും വഹിക്കാൻ സാധിക്കില്ലെന്നിരിക്കെ കരാർ ഈ കമ്പനിക്ക് തന്നെ നൽകിയത് വലിയ സംശയങ്ങൾക്കിടയാക്കുന്നുണ്ട്. അളവിലും ഗുണനിലവാരത്തിലും ബാച്ച് നമ്പറുകളിലും വരെ ഗുരുതരമായ കണക്കുകളിയാണ് നടന്നത്. കരാർ ലഭിച്ച കമ്പനിക്ക് 1,65,000 ലിറ്റർ നെയ്യിനുള്ള ഓർഡറാണ് നൽകിയിരുന്നതെങ്കിലും അവരാകെ സപ്ലൈ ചെയ്തത് 1,56,010 ലിറ്റർ മാത്രമാണ്. ബാക്കി തുകയ്ക്കുള്ള നെയ്യിന്റെ കാര്യത്തിൽ വ്യക്തതയില്ല. ഇത്രയും വലിയ തട്ടിപ്പാണ് ബാച്ച് നമ്പറുകളിൽ കണ്ടെത്തിയത്. ശബരിമലയിലേക്ക് ആകെ 30 ബാച്ച് നെയ്യ് തയ്യാറാക്കി നൽകേണ്ട സ്ഥാനത്ത് ഔദ്യോഗിക രേഖകളിലാകെ 6 ബാച്ച് നമ്പറുകൾ മാത്രമാണ് രേഖപ്പെടുത്തിയിരുന്നത്. വിശ്വാസികളുടെ വികാരത്തെ ചൂഷണം ചെയ്ത് നടത്തിയ ഈ ക്രമക്കേടിൽ വൻ സാമ്പത്തിക തട്ടിപ്പും അഴിമതിയും നടന്നിട്ടുണ്ടെന്ന് അന്വേഷണ റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കും ബന്ധപ്പെട്ട കമ്പനിക്കുമെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. മിൽമയുടെ മറവിൽ ശബരിമലയിൽ നടന്നത് കേവലം ഒരു ചട്ടലംഘനമല്ല, മറിച്ച് പച്ചയായ ഭക്തജന വഞ്ചനയും ആസൂത്രിത കൊള്ളയുമാണ്. ദൈവത്തിന്റെ പേരിൽ പോലും അഴിമതി നടത്താൻ മടിയില്ലാത്ത ഈ കൊള്ള സംഘത്തെയും അവരെ സംരക്ഷിക്കുന്ന ഉദ്യോഗസ്ഥ പ്രഭുക്കളെയും ഉടൻ നിയമത്തിന് മുൻപിൽ നിർത്തി വിലങ്ങണിയിക്കുക തന്നെ വേണമെന്നാണ് പൊതുജനത്തിന്റെ ആവശ്യം.